1983 ലോകകപ്പിലെ ഇന്ത്യ സിംബാബ്വെ നിർണായകമായ മത്സരം. ടോസ് ചെയ്ത് പവലിയനിൽ തിരിച്ചെത്തിയ കപിൽ ഒന്ന് ഫ്രഷ് ആവാനായി വാഷ്റൂമിൽ കയറി. അധികം കഴിയുന്നതിന് മുമ്പാണ് പുറത്ത് സുനിൽ വാത്സന്റെ ശബ്ദം കേൾക്കുന്നത്. ഓപ്പണർമാർ ഗാവസ്കറും ശ്രീകാന്തും 0-ന് പുറത്തായി തിരിച്ചെത്തിയിരിക്കുന്നു. അമർനാഥ്, സന്ദീപ് പാട്ടീൽ, യശ്പാൽ ശർമ്മ എന്നിവരെ കൂടി റോസൻ കറൻ കൂട്ടുകെട്ട് പവലിയനിലെത്തിക്കുമ്പോൾ ഇന്ത്യ 5 ഓവറായപ്പോഴേക്കും 17-5 എന്ന പരിതാപകരമായ നിലയിലെത്തി. തകർന്നുപോയ ടോപ്പ് ആൻഡ് മിഡിൽ ഓർഡറിന്റെ ഡ്രസ്സിംഗ് റൂമിലെ അവസ്ഥ വേദനാജനകമായിരുന്നു. ആർക്കും ഗ്രൗണ്ടിലേക്ക് നോക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥ. ഇടയ്ക്ക് ഫോറടിക്കുന്ന ഓരോ ആരവം കേൾക്കുമ്പോഴും അവർ അടുത്ത ബാറ്റ്സ്മാൻ പവലിയനിലേക്ക് മടങ്ങുന്നതായി പ്രതീക്ഷിച്ചു. ഒടുവിൽ ആകാംക്ഷ സഹിക്കാതെ ആദ്യം ശ്രീകാന്തും പുറകെ മറ്റുള്ളവരും പതിയെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി കളി വീക്ഷിച്ചു. നാശം വിതച്ച ഓപ്പണിംഗ് ബൌളർമാരെ വിദഗ്ധമായി നേരിട്ട കപിൽ ബൌളിംഗ് ചേഞ്ച് വന്നതോടെ തന്റെ ശൈലി മാറ്റി. കോട്ട തീർക്കാതെ റോസനെയും കർണയും പിൻവലിച്ച് ജോൺ റൈക്കോസിനൊപ്പം സ്വയം ബൌളിംഗിന് ഇറങ്ങിയ സിംബാബ്വെ ക്യാപ്റ്റൻ ഡങ്കൻ ഫ്ലെച്ചറുടെ കണക്കുകൂട്ടലുകൾ അപ്പാടെ കപിൽ തകിടം മറിച്ചു. ആദ്യം റോജർ ബിന്നിയെ, പിന്നെ മദൻലാലിനെ, അവസാനം സയ്യിദ് കർമാണിയെ കൂട്ടുപിടിച്ച് കപിൽ ഇന്ത്യയെ 8 വിക്കറ്റിന് 266 എന്ന സുരക്ഷിത സ്കോറിലെത്തിച്ചു. 9ാമത്തെ വിക്കറ്റിൽ മാത്രം വന്നത് 100-ലേറെ റൺസാണ്. കപിലിന്റെ ഇന്നിംഗ്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വർദ്ധിത വീര്യത്തോടെ ഫീൽഡിലിറങ്ങിയ ടീം ഇന്ത്യ സിംബാബ്വെ 235 ഔട്ടാക്കി 31 റൺസിന്റെ വിജയമാഘോഷിച്ചു. കപിലിന്റെ 175 റൺസ് വെറും 138 ബോളിൽ 16 ബൗണ്ടറിയും 6 സിക്സറും ഉൾപ്പെട്ടതായിരുന്നു. 127 സ്ട്രൈക്ക് റേറ്റ്. ക്രിക്കറ്റ് എന്നാൽ ടെസ്റ്റാണെന്നും ഡിഫൻസാണ് ഒരു നല്ല ബാറ്റ്സ്മാന്റെ ലക്ഷണം എന്നും ഉറച്ചു വിശ്വസിച്ചിരുന്ന കാലത്ത് ഒരു ബാറ്റ്സ്മാൻ ഇത്തരമൊരു ഇന്നിംഗ്സ് സ്വപ്നം കാണാൻ പോലും പറ്റില്ലായിരുന്നു. ആ ഇന്നിംഗ്സ് വന്ന സിറ്റുവേഷനും വിലയിരുത്തേണ്ടതാണ്.